കുറേ കാലമായിട്ട് ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടറും ഭയങ്കര പേഴ്സണലാണ്, PP അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്രയും റെസ്പോൺസ് കിട്ടുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. മസ്റ്റ് വാച്ചാണ്. സ്ത്രീധനം കൊടുക്കുന്ന ബേസ് ചെയ്താണ്. അത് കാണേണ്ടതാണ്, കണ്ടാലേ അത് മനസ്സിലാവുന്നത്. കണ്ട് മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലും ഹാപ്പിയാണ്. ഇനി ബാക്കിയെല്ലാം പ്രേക്ഷകർ കണ്ടിട്ട് പറയും. ഒരു നോർമൽ ലൈഫിൽ നിന്ന് അവർ എങ്ങനെയാണ് ആ ഒരു ഫയർ എടുത്തൊരു ഫയറാണ് അവരുടെ പെർഫോമൻസ് പറയുന്നത്. ക്ലൈമാക്സ് കണ്ടതിൻ്റെ അറിയണം. ആ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയാണ് പൊന്മാൻ. വളരെ സന്തോഷമുണ്ട്. ടീം മെമ്പേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. കാസ്റ്റ് എല്ലാവരും ഒരു സാധാരണക്കാരൻ്റെ സിനിമയാണ്. അതായത് നമ്മൾ ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക, ഇല്ലാത്ത സമയത്ത് പോരാടുക. അങ്ങനെ അതിനകത്ത് പടത്തിൽ പറയുമ്പോൾ അതൊരു കോമഡിയായിട്ട് തോന്നിയെങ്കിലും ഏതൊരു മിഡിൽ ക്ലാസ് ഒരു സാധാരണക്കാരൻ്റെ ഒരു എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചത്. പിന്നെ പെർഫോമൻസ് എക്സലൻ്റ് ആണ്. നമ്മുടെ ബേസിലെ ആയാലും നിജോമോളായാലും സജിൻ ഗോപു, ആനന്ദ് മൻമഥൻ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടാൽ 100 പേരെ കാണിക്കണം. അതവൻ്റെ ഉത്തരവാദിത്തം. കണ്ടിഷ്ടപ്പെടുന്നത് ബേസിൽ ഇത്ര എങ്ങനെ ജീവിക്കുമെന്ന കഥ പറഞ്ഞത് അജേഷ് ആരാടാ? PP അജേഷാണ്. അജേഷ് സന്തോഷം. ആൾക്കാർക്ക് സന്തോഷമുണ്ട്. ഓവറോൾ ഇതാണ്. അതായത് ഇങ്ങനെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമയാണ്. കുറേ കാലമായിട്ട് ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടറും ഭയങ്കര പേഴ്സണലാണ്, PP അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്രയും റെസ്പോൺസ് കിട്ടുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. അറിയില്ല ഇനി ബാക്കി. അപ്പോൾ നമ്മളെല്ലാവരും പരിചയക്കാരുടെ ഷോ ആണ്. അതുകൂടെ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരുടെ ഷോ കൂടെ കണ്ടിട്ടാണ് എന്താണ് ശരിക്കുള്ള റെസ്പോൺസ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ പേഴ്സണലി ഹാപ്പിയാണ്. ഇനി സിനിമ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താണെങ്കിലും പക്ഷേ ഞങ്ങൾ ചെയ്ത വർക്കിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നോ റിഗ്രറ്റ്സ്. പടം കണ്ടിറങ്ങി ഹാപ്പിയാണ്. ഈ സിനിമ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാ ഫാമിലിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. മസ്റ്റ് വാച്ചാണ്. സ്ത്രീധനം കൊടുക്കുന്ന ബേസ് ചെയ്താണ്. അത് കാണേണ്ടതാണ്, കണ്ടാലേ അത് മനസ്സിലാവുന്നത്. കണ്ട് മസ്റ്റ് ട്രൈ ആണ്. നല്ല പടം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുമാണത്. ഒരു കൊല്ലം ബേസ്ഡാണ് പടം പറഞ്ഞു പോകുന്നത്. സോ അവിടുത്തെ ആയിട്ടുള്ള ഒരു ലാംഗ്വേജും അവിടുത്തെ ജീവിത രീതികളും സ്റ്റൈലുകളൊക്കെ പടത്തിലേക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ബേസിൽ സജിൻ ഗോപായിട്ടുള്ള ഒരു കോംബോ സീൻസൊക്കെയാണ്. അവർ തമ്മിലുള്ള രണ്ട് എതിർച്ചേരിയിൽ നിൽക്കുമ്പോഴുള്ള ഒരു ഈഗ ക്ലാഷൊക്കെ നല്ല രീതിയിൽ പടത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് തീയാണ്. അതായത് സെക്കൻഡ് ഹാഫിൽ എടുത്ത് പറയേണ്ടത് ചില പെർഫോമൻസ് ആണ്. രണ്ടുപേരും അഴിഞ്ഞ് ആടിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നത്. കാരണം ആ ഒരു എന്താ പറയുക, ഒരു നോർമൽ ലൈഫിൽ നിന്ന് അവർ എങ്ങനെയാണ് ആ ഒരു ഫയർ എടുത്തൊരു ഫയറാണ് അവരുടെ പെർഫോമൻസ് പറയുന്നത്. ക്ലൈമാക്സ് കണ്ടതിൻ്റെ അറിയണം. ആ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഫാമിലീസ് ഓൾറെഡി ഇവിടെ ഏറ്റെടുക്കുന്ന എല്ലാ ചാൻസസും ഉണ്ട്. അതുപോലെ ലിജിമോളുടെ പെർഫോമൻസ്, ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് എല്ലാം എടുത്തു പറയണം. സോ ടോട്ടൽ പറയുകയാണെങ്കിൽ തിയേറ്റർ വാച്ച് മൂവീസ്. തീർച്ചയായിട്ടും ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയാണ് പൊന്മാൻ. ബേസിക് ജോസഫിൻ്റെ, സജിൻ ഗോപിയുടെ, അതേപോലെ തന്നെ നിജോമോള്, ദീപക്, ആനന്ദ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫാമിലിക്ക് തീർച്ചയായിട്ടും വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, അജിത് വിനായക ഫിലിംസിൻ്റെ അത്രയും നല്ല മലയാളത്തിൽ അത്രയും വലിയൊരു പ്രൊഡക്ഷനിലൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷം. അതുപോലെ ജ്യോതിഷേട്ടൻ എന്താ പറയുക, സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ച ആളാണ്, ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ്. വളരെ സന്തോഷമുണ്ട്. ടീം മെമ്പേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. കാസ്റ്റ് എല്ലാവരും നമുക്കിങ്ങനെ ന്യൂ ഫേസ് ആയിട്ട് വന്ന് കൊമേഴ്ഷ്യൽ മൂവി ചെയ്യാമെന്നൊരു ഫീലൊന്നും തോന്നിയില്ല. വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് ന്യൂ ഫേസുകളെ ആഡ് ചെയ്ത് കൊണ്ടുവന്നൊരു പടമാണ്. ഒത്തിരി സന്തോഷം. ലൊക്കേഷനിൽ എടുത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു അനുഭവം? മൺട്രോത്തുരുത്താണ് നമുക്ക് കൂടുതലും ലൊക്കേഷൻ വരുന്നത്. കൊല്ലം മൺട്രോത്തുരുത്ത്. അത് ശരിക്കും പറഞ്ഞ ഒരു ഐലൻഡാണ്. നമ്മൾ ഇതിൽ കാണുന്ന പോലത്തെ തന്നെ കായലും ഫുൾ ചുറ്റിയ ഒരു സംഭവമാണ്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ നമുക്കറിഞ്ഞൂടാ. പക്ഷേ അവിടെ ഷൂട്ടിന് ചെന്നപ്പോഴാണ് കാണുന്നത് ഇത്രയധികം ഫോറിനേഴ്സൊക്കെ അവിടെ വരുന്നില്ലെന്ന്. ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ എടുത്ത് പറയത്തൊക്കെ സ്പെഷ്യൽ മൊമെൻ്റ് അല്ല, അവിടുത്തെ എല്ലാ ദിവസവും സ്പെഷ്യലായിരുന്നു. സോ പ്രത്യേകിച്ചൊരു മൊമെൻ്റ് ഒന്നും പറയാനില്ല. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇത് മസ്റ്റായിട്ട് തിയേറ്റർ വാച്ച് ചെയ്യേണ്ട മൂവിയാണ്. നിങ്ങൾ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് നഷ്ടം വരുത്തില്ല. അത്രയേ ഉള്ളൂ പറയാൻ. ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു. ഉള്ള റോളുകളിൽ വെച്ചിട്ട് ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള റോളാണ്. കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. പിന്നെ
ചെറുപ്പക്കാരൻ്റെ ആ ഒരു സിറ്റുവേഷൻ, ഒരു എന്താ പറയുക, രക്ഷയില്ലാത്തൊരു സിറ്റുവേഷൻ ഒരു ചെറുപ്പക്കാരനെ എന്ത് ചെയ്യുന്നുള്ള ആ ഒരു ഫീല് സിനിമയ്ക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു സാധാരണക്കാരൻ്റെ സിനിമയാണ്. അതായത് നമ്മൾ ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക, ഇല്ലാത്ത സമയത്ത് പോരാടുക. അങ്ങനെ അതിനകത്ത് പടത്തിൽ പറയുമ്പോൾ അതൊരു കോമഡിയായിട്ട് തോന്നിയെങ്കിലും ഏതൊരു എന്താ ഒരു മിഡിൽ ക്ലാസ് ഒരു സാധാരണക്കാരൻ്റെ ഒരു ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചത്. പിന്നെ സ്ത്രീധനം അഥവാ സ്വർണം ഇതിനൊക്കെയുള്ള ആൾക്കാരുടെ ഒരു അമിതമായ ആസക്തിയും അതിനെക്കൊണ്ട് കുടുംബബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറാണെങ്കിൽ ലിജോ മോൾ എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നല്ല ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല മെസ്സേജുള്ള അത്യാവശ്യം കോമഡികളൊക്കെ ഉള്ള നല്ലൊരു സിനിമയാണ്. അമ്പാനായിട്ടുള്ള ബേസിലും കോംബോ എങ്ങനെയുണ്ടായി? അമ്പാനും അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ മുൻ ചിത്രങ്ങളിലെ ഒരു മോഡലേ അല്ല, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫേസും, പക്ഷെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇത് ശരിക്കും ഒരു പിന്നെ കഥയുടെ ഒരു അഡാപ്റ്റേഷൻ കൂടിയാണല്ലോ. അപ്പോൾ ഇത് റിയലിൽ നടന്ന ഒരു കഥയാണെന്നും കൂടെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഗംഭീരമായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഭയങ്കരമായിട്ട് ലോക്കാവുന്ന ഒരു മൂവിയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലി സ്റ്റോറി ആണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു ത്രില്ലർ ജോണറൊക്കെ കാണുന്ന ആംഗിളിൽ നമ്മൾ ഒരു സെക്കൻഡ് പോലും ഇങ്ങനെ വിടാതെ കണ്ടുകൊണ്ടിരിക്കും. ഓരോ ക്യാരക്ടേഴ്സും ഓരോ സിറ്റുവേഷൻസും ഇത്രയും മനോഹരമായി ടാക്കിൾ ചെയ്തൊരു ഫാമിലി മൂവി റീസെൻറ്റ് ടൈംസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പെർഫോമൻസ് എക്സലൻ്റ് ആണ്. നമ്മുടെ ബേസിലെ ആയാലും ലിജോ മോൾ ആയാലും സജിൻ ഗോപു, ആനന്ദ് മന്മഥൻ എല്ലാവരും സജിൻ ഗോപു ബേസിലെ കോംബോ ഭയങ്കരമായിട്ട് ആ കോംബോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എക്സലൻറ്റ് വർക്കാണ്. കാരണം ബേസിലൊരു ഇന്നസെൻസും ആ ഒരു സാധനവും സജിൻ ഗോപുവിൻ്റെ എനിക്ക് തോന്നുന്നു അമ്പാനിൽ നിന്ന് ഇങ്ങനെ ഒരു പകർന്നാട്ടം ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുമെന്ന് തോന്നില്ല. ഭയങ്കരമായിട്ട് ഞാനതിലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, സുൽഫി സഖാവ് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര രസമായിട്ട് മൂവി നമ്മൾ ഡബിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൂവി കാണുമ്പോൾ ഇത്രയ്ക്ക് ഫെൽറ്റായൊരു മൂവിയാണെന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട്. 100% ഇതൊരു 100% ഫാമിലി മൂവിയാണ്. ഒരു വലിയ സബ്ജക്റ്റ് ഒരു ഡിഫറെൻറ്റ് ജോണറിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മൂവി മൊത്തം കണ്ടു കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുക. അടിപൊളിയായിട്ട് എല്ലാവർക്കും കാണാം. 100% ഫാമിലി മൂവി. നിങ്ങളെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു എന്താ നല്ല സിനിമയാണ്. നിങ്ങൾ പോയി വരും കാണും. കണ്ട് ഇഷ്ടപ്പെട്ടാൽ 100 പേരെ കാണിക്കണം. അതവരുടെ ഉത്തരവാദിത്തമാണ്. കണ്ട് ഇഷ്ടപ്പെടുന്നത് എല്ലാവരും വന്ന് കാണും. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സിനിമയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അപ്പുറം ഇപ്പുറയും വീടിൻ്റെ അപ്പുറം ഇപ്പുറയൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. എല്ലാവരും ഡെയിലി കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഞാൻ തോന്നുന്നത്. അവിടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടറോടും ഈ സിനിമയോടും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും എല്ലാവരും വരിക, കാണുക, ഇഷ്ടപ്പെട്ടാൽ 100 പേരെ അറിയിക്കുക. നല്ലൊരു പോരാട്ടം തന്നെ പോരാളി തന്നെയാണ് കുറിച്ച് പറയുന്നത്. പടത്തെക്കുറിച്ച് ഈ പറഞ്ഞല്ലോ, ഈ പറഞ്ഞത് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞൊരു വല്ലാത്ത ഒരു കുറഞ്ഞ കാര്യം കിട്ടുക എന്ന് സ്വപ്നതുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. നന്നായി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് ഇതിൻ്റെ പക്കാ കാസ്റ്റിംഗ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ പടവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബേസിൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് അത് പണ്ടുതൊട്ട് നമുക്കറിയാം. നമുക്ക് അറിയാവുന്ന ഒരാളാണല്ലോ. അപ്പോൾ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നെ സജസ്റ്റ് ചെയ്തതും പുള്ളിയാണ് ഈ സിനിമയിലോട്ട്. ഇതിനൊരു സന്തോഷമുണ്ട്. അപ്പോൾ പോരാടം തന്നെ തീരുമാനിച്ചല്ലേ? അതെ, ലൈഫിലൊരു മാറ്റം ആവശ്യമാണല്ലോ. അതുകൊണ്ട് പോരാടാൻ വേണ്ടി ലൈഫ് എന്നൊരു പോരാട്ടമല്ലേ, അതുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ഇതിന് ബേസിൽ നമ്മൾ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ വില്ലുന്ന ഒരു പെർഫോമൻസ് തന്നെ കാണേണ്ട ഓരോ സീനും കയ്യടി വീഴുമ്പോൾ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും നമുക്ക് ഇനി ഈ സിനിമ നമ്മൾ കഥ വായിക്കുമ്പോൾ കിട്ടുന്ന ക്യാരക്ടർ ബേസിൽ തന്നെയായിരിക്കും. ഇനി ആരെങ്കിലും ഈ പറയും പോലെ 4 ചെറുപ്പക്കാരെന്നുള്ള ബുക്ക് വായിക്കുകയാണെങ്കിൽ അത് ബേസിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ബേസിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പുള്ളിയുടെ കരിയറിൽ തന്നെ വേറൊരു ട്രാക്കാണ്, വേറൊരു ലീഗ് മാറ്റമാണ്. അത് ഭയങ്കര ഗംഭീരമായിട്ടാണ് പുള്ളി ഹാൻഡിൽ ചെയ്തേക്കുന്നത്. എല്ലാവരും സജിൻ ഗോപുവായാലും ലിജോ മോളുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളത്. സന്തോഷം. ഒരു ആവേശത്തിൽ നമ്മളെ ചെയ്യിപ്പിച്ച സജിൻ ഗോപു അല്ല, അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ടും മരിയാനോ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് സ്ക്രീനിൽ കാണാൻ വേണ്ടി ഉണ്ട്. ആളിനെ സൈസ് ഉണ്ടായാലും പിന്നെ പെർഫോമൻസ് ഉണ്ടായാലും അതുപോലെ ബേസിൽ ഇത്ര എങ്ങനെ ജീവിക്കുന്ന കഥാപാത്രം അജേഷ് ആരാടാ PP അജേഷാണ്. അജേഷ് അങ്ങനെ അടിപൊളിയായിട്ട്. ശരിക്കും കോമഡിയാണോ അതോ ഇങ്ങനെ കോമഡി അല്ല, ഒരാളുടെ അവസ്ഥയാണിത്. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴേ അത് മനസ്സിലാവും. ചിലപ്പം ആ പുള്ളിയുടെ സിറ്റുവേഷൻ കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് ചിരി വരായിരിക്കും, പക്ഷേ ആ പുള്ളിയുടെ അവസ്ഥ എങ്ങനെയാണ് ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകണതാണ്. അങ്ങനെ അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവും. നല്ല പടമാണ്, ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ.